വിശപ്പ് അങ്ങേയറ്റം എത്തിയ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച ഫുഡ് നമ്മളെ കയ്യിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. 3 സുഖത്തിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സുഖവും അധികരിച്ചാൽ വിരക്തി ഫീൽ ചെയ്യും. അത് പരിധി വിട്ടാൽ പിന്നെ നമുക്ക് ആ സുഖം ഇല്ല, വിരക്തി. എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം 4-മത്തെയും 5-മത്തെയും 6-മത്തെയും സുഖമാണ്. നമ്മൾ അതിലേക്കാണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. സൊസൈറ്റിയിലുള്ള മെജോറിറ്റി ആൾക്കാരും ആദ്യത്തെ 3 സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ഞെട്ടോട്ട് ഓടുന്നത്. ഇതിന്റെ പ്രത്യേകത നമ്മൾക്ക് എത്രയാണെങ്കിലും എത്ര സമയം നമ്മൾ ആ സ്കില്ല് പ്രകടിപ്പിച്ചാലും നമുക്ക് അവിടെ വിരക്തിയില്ല. 6-മത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സുഖമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്കത് ചിലപ്പോൾ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമൊന്നുമില്ല. ഏതാണെങ്കിലും 4-മത്തെ സുഖത്തിലോ അല്ലെങ്കിൽ 5-മത്തെയോ 6-മത്തെ സുഖത്തിലേക്കോ നമ്മൾ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. മറ്റേത് എല്ലാവരും ചെയ്യുന്നുണ്ട്. മറ്റു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡാണ് സയ്യിദുമായിട്ടുള്ളത്. വളരെ എന്താ പറയുക, ഒരു യാദൃശ്ചികമായിട്ടുള്ള ഞങ്ങളുടെ സംസാരത്തിനിടയിലാണ് ഈ ഒരു ടോപ്പിക്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുമ്പോൾ ഉറങ്ങുക എന്നുള്ളതാണ്. അത് ഭയങ്കര നേമത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എനിക്കെപ്പോൾ ഉറക്കം വന്നാലും ഞാനപ്പോൾ വണ്ടി നിർത്തി ഞാൻ കിടന്നുറങ്ങി ആ ഉറക്കം നല്ലതുപോലെ ഞാൻ ആസ്വദിക്കും. അതുകൊണ്ട് കഴിച്ചാൽ കിടന്നുറങ്ങും, ഞായറാഴ്ചകളിൽ ഉറങ്ങും. എൻ്റെ ഭാര്യയുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ക്ലാഷ് വന്നാൽ കിടന്നുറങ്ങും. എവിടെ എനിക്കൊരു പ്രോബ്ലം വരുന്നോ ഞാൻ കിടന്നുറങ്ങും. ആ ഉറക്കം ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കളുമായിട്ട് ഇപ്പം നിങ്ങളോട് പോലും സംസാരിച്ച സമയത്ത് അവരെല്ലാം അവരുടെ ഉള്ളിലെല്ലാം ഏതെങ്കിലും ഒരു സുഖങ്ങളെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു സയ്യിദ് ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോട് നിങ്ങൾ സംസാരിച്ച മനുഷ്യന് 6 സുഖങ്ങൾ വലിയൊരു ഇമ്പോർട്ടൻറ്റ് സുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് സബ്ജക്റ്റ് നമ്മൾ സാധാരണ സംസാരിക്കുന്ന വേ ഓഫ് അല്ല എന്ന് പ്യുവർലി നമുക്കൊരു സുഖങ്ങളെ കുറിച്ചാകാം. ടൈറ്റിൽ ഇങ്ങനെ എടുക്കാം, ഈ 6 സുഖങ്ങൾ മനുഷ്യന് ഇഷ്ടമാണ് എന്ന രൂപത്തിലായാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സുഖം ഏതാ? കഴിഞ്ഞ ദിവസം നമ്മളൊരു യാത്രയിലാണ് നമ്മൾ സംസാരം കൊണ്ടുവരുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്ലഷറിനെ തേടിക്കൊണ്ടിരിക്കണം. ബ്രെയിന് ഈ പറയുന്നത് ഈ റിസ്ക് എടുക്കാനൊക്കെ നമ്മളെ ബ്രെയിൻ എപ്പോഴും മടി കാണിച്ചുകൊണ്ടിരിക്കും. നമ്മളെ ബ്രെയിൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് പ്ലഷറാണ്. പക്ഷെ എനിവേ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആ ഒരു സബ്ജക്റ്റിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ വായിച്ച ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു നല്ലൊരു അറിവാണ്. പക്ഷെ പലയിടത്തും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എന്നാൽ അത്യാവശ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ വിസ്റ്റവും ശരിക്കും ഇതിലുണ്ട് എന്നുള്ളതാണ്. ഒരു മനുഷ്യന് പ്രധാനമായിട്ടും പല സുഖങ്ങളുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 സുഖങ്ങളെ കുറിച്ച് വേദം പറയുന്നുണ്ട്. വേദത്തിൽ പറയുന്ന 6 സുഖങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞ ടോപ്പിക്ക് അതിൽ 1-മത്തെ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സുഖം വാഷ്റൂമിൽ പോയി വരുമ്പോൾ കിട്ടുന്ന സുഖം. ഒരാൾക്ക് യൂറിൻ പാസ് ചെയ്യാനുണ്ട്. അപ്പോൾ കുറേ സമയം അയാൾക്ക് അത് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യാതെ തടസ്സപ്പെട്ട് പിടിച്ചു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അയാൾക്ക് പിന്നീട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റിയ സമയത്ത് കിട്ടുന്ന സമയത്തുള്ള ഒരു സുഖം അതൊരു അത് ശരിക്കും ഒരു വലിയൊരു സുഖം തന്നെയായിരിക്കും. 2-മത് മനുഷ്യനുണ്ടാകുന്ന ഒരു വലിയ സുഖമാണ് നല്ല പോലെ വിശക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം. നല്ല പോലെ വിശക്കുന്ന സമയത്ത്, വിശപ്പ് അങ്ങേയറ്റം എത്തിയ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച ഫുഡ് നമ്മളെ കയ്യിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. അതാണ് 2-മത്തെ വലിയ സുഖം. 3-മത്തെ സുഖം എന്ന് പറഞ്ഞാൽ സെക്സ് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം. സെക്സ് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമാണ്. അപ്പോൾ പൊതുവെ നമ്മളൊക്കെ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ വിവാഹം കഴിച്ചതിന് ശേഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സും കൂടി ചേർന്നുകൊണ്ട് സെക്സ് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം. ഈ 3 സുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 സുഖത്തിലെ ആദ്യത്തെ 3 സുഖങ്ങൾ. ഈ 3 സുഖത്തിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സുഖവും അധികരിച്ചാൽ വിരക്തി ഫീൽ ചെയ്യും. അത് പരിധി വിട്ടാൽ പിന്നെ നമുക്ക് ആ സുഖം ഇല്ല, വിരക്തി ഫീൽ ചെയ്യും. അപ്പോൾ
ഫസ്റ്റ് നമ്മൾ പറഞ്ഞ സുഖം നമുക്ക് പോസിബിൾ അല്ല. കാരണം നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. രണ്ടാമത്തെ സുഖം നമുക്ക് നല്ല പോലെ വിശക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ഇഷ്ടപ്പെടുന്ന ഫുഡ് കിട്ടുമ്പോൾ ഉള്ള സുഖമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇബാക്കക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. ഓക്കെ, ചിക്കൻ ബിരിയാണി ഇഷ്ടമാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇബാക്കക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇബാക്ക പോയിട്ടൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു. വീണ്ടും ചിക്കൻ ബിരിയാണി കഴിക്കുകയാണ്. പക്ഷെ ഒരു 2 ബിരിയാണിയോ 3 ബിരിയാണി കഴിച്ചാൽ പിന്നെ അടുത്ത കാലത്തൊന്നും ചിലപ്പോൾ ബിരിയാണി തൊടാറുണ്ടാവില്ല. എന്താ കാര്യം? നമുക്ക് അധികരിച്ചാൽ വിരക്തിയായി. മൂന്നാമത് സെക്സ്. നമ്മൾ ആ ഒരു ടൈമിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും സുഖമാണ്. നമ്മൾ അതിലേക്കാണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സൊസൈറ്റിയിലുള്ള മെജോറിറ്റി ആൾക്കാരും ആദ്യത്തെ 3 സുഖത്തിന് വേണ്ടിയിട്ടാണ് ഈ ഞെട്ടോട്ട് ഓടുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വിശപ്പടക്കാനും ജീവിതത്തിൽ കുറച്ച് ഹാപ്പിനെസ് കിട്ടാനും ഇതിലപ്പുറം വേറെ അവർ ചിന്തിക്കുന്നില്ല. 4-ാമത്തെ സുഖിബാക്ക, നമ്മളൊരു സ്കില്ല് നേടി ആ സ്കില്ല് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, പ്രകടിപ്പിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണ്. ഒരാൾക്ക് നല്ലപോലെ പാട്ട് പാടാനുള്ള സ്കില്ലുണ്ട്. അയാളൊരു വലിയ ഓഡിയൻസിന്റെ മുന്നിൽ കയറിയിട്ട് പാട്ട് പാടാന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറെ ഒരു ആർട്ടിസ്റ്റിന് ഒരു വരക്കുമ്പോൾ കിട്ടുന്ന സുഖം. തീർച്ചയായിട്ടും അത് സ്കില്ലാണ്. ചിത്രം വരക്കുമ്പോൾ കിട്ടുന്ന സുഖം, പാട്ട് പാടുമ്പോൾ കിട്ടുന്ന സുഖം, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്കില്ല് നമ്മൾ എക്സ്പ്രസ് ചെയ്യാണ്. ഇതിന്റെ പ്രത്യേകത, നമ്മൾക്ക് എത്രയാണെങ്കിലും എത്ര സമയം നമ്മൾ ആ സ്കില്ല് പ്രകടിപ്പിച്ചാലും നമുക്ക് അവിടെ വിരക്തിയില്ല. ഇനി 5-ാമത്തെ സുഖം എന്ന് പറഞ്ഞാൽ ഇബാക്ക, അറിവ് നേടി പകർന്നു കൊടുക്കുമ്പോഴുള്ള. ബേസിക്കലി ഞാനൊക്കെ ട്രെയിനറാണ്. അപ്പോൾ നമ്മൾക്ക് അത് എത്രയാണെങ്കിലും നമുക്ക് മടുപ്പ് വരില്ല, വിരക്തിയില്ല. ഇപ്പോ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ Alibaba.com ചൈനയിലെ ഏറ്റവും വലിയ ഓൺലൈൻ ബിസിനസ് ആയ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന വലിയ സമ്പന്നനായിട്ടുള്ള അലിബാബയുടെ ജാക്മ എല്ലാവർക്കും അറിയായിരിക്കാം. ജാക്മ ശരിക്കും കമ്പനിയിൽ നിന്ന് ഇപ്പൊ മാറി ജാക്മ എന്തിലേക്ക് പോവാണ്? ടീച്ചിങ്ങിലേക്ക് പോവാണ്. എന്താ കാര്യം? ഈ പറയുന്ന അറിവ് നേടി അത് പകർന്നു കൊടുക്കുമ്പോഴുള്ള സുഖം എന്ന് പറഞ്ഞാൽ അതിശക്തമായ സുഖമാണ് ആക്ച്വലി. അപ്പോൾ ഈ അറിവ് നേടി പകർന്നു കൊടുക്കുമ്പോഴുള്ള സുഖത്തിനും എന്തില്ല? വിരക്തിയില്ല. പിന്നെ 6-ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സുഖമുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾക്കത് ചിലപ്പോൾ ഒരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാവണമെന്നില്ല. 6-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുഖം ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖമാണ്. സ്പിരിച്വാലിറ്റിയിൽ വരുന്ന സുഖമാണ്. ഇപ്പോൾ നമുക്കറിയാൻ പറ്റും, പല സന്യാസിമാർ, പല സൂഫി വര്യന്മാര്, പല പള്ളിയിലച്ചന്മാര്, മറ്റു മതത്തിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അതിലെ ആ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് അലിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും? കാരണം അവിടെ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും എൻജോയ്മെന്റ് കിട്ടുന്ന, അത്രയ്ക്കും ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സുഖമായിരിക്കും. അതാണ് 6-ാമത്തെ സുഖം. അതായത് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം. നിങ്ങൾ ഏത് സുഖത്തിലാ? ശരിക്കും ഞാനിപ്പോ 5-ാമത്തെ സുഖത്തിലാണ്. ശരിക്കും ഞാൻ അറിവ് നേടി പകർന്നു. ഞാൻ ബേസിക്കലി അയ്യോ എൻഡ് ഓഫ് ദി ഡേ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ജോലി ചെയ്യുകയാണെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദൊക്കെ ഹാപ്പിനെസ് അല്ലേ? നേരത്തെ ഞാൻ ഇതിൻ്റെ നമ്മൾ ക്ലോസിലി ഉണ്ടല്ലോ സൈദേ, ക്ലോസിലി നമ്മൾ ഓരോ വ്യക്തികളുടെ പ്രൊഫഷനെയും നമ്മൾ അതിലേക്ക് ചൂഴ്ന്നിറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ സഹായിക്കലാണ്. തീർച്ചയായിട്ടും. എക്സാമ്പിൾ, നമ്മളുടെ കയ്യിൽ ഇങ്ങനത്തെ ഇത്രയും നമുക്ക് വേണ്ടി ഈ റോഡെന്ന കമ്പനി ഈ ഒരു മൈക്ക് ഡിസൈൻ ചെയ്യേണ്ട ഉദ്ദേശം ഇതിലൂടെ നല്ല ശബ്ദത്തെ പ്രൊഡ്യൂസ് ചെയ്ത് ആളുകൾക്ക് നല്ല രൂപത്തിൽ കേട്ട് അവിടെ മാറ്റം വരിക എന്നുള്ളതാണ്, അല്ലേ? നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ പർപ്പസും ആർക്കൊക്കെയോ ഉപകാരപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഇത് കൺട്രോൾ ചെയ്യപ്പെടുന്ന സുബേറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾക്ക് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഓരോ വ്യക്തികളും ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാ ആൾക്കാരും അങ്ങനെ ചെയ്യും. അത് ഏത് പണിയാകട്ടെ, ഇപ്പം ഈവൻ റോക്കറ്റ് ഉണ്ടാക്കുന്നവനായിക്കോട്ടെ, മണ്ണ് വെട്ടുന്നവനായിക്കോട്ടെ, വാട്ടെവർ, ലോകത്തെ ഏത് മനുഷ്യരും ഒരു മനുഷ്യൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഐ സ്ട്രോങ്ലി ബിലീവ് അൽഹംദുലില്ലാ മറ്റൊരു മനുഷ്യനെ സഹായിക്കണം.
താങ്ക് യു സോ മച്ച്. ഇതെന്തായാലും ഇന്നത്തെ ഔട്ട് ഓഫ് ദ ബോക്സ് സബ്ജക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇതിൽ ഏത് സുഖത്തിലാണെന്ന് കമന്റ് ചെയ്യട്ടെ അല്ലേ. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ്. ഏതാണെങ്കിലും 4ാമത്തെ സുഖത്തിലോ അല്ലെങ്കിൽ 5ാമത്തെയോ 6ാമത്തെ സുഖത്തിലേക്കോ നമ്മൾ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റും. മറ്റേത് എല്ലാവരും ചെയ്യുന്നുണ്ട്, പിന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവാക്ക നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഇവാക്ക നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എന്ത് കമ്പനിയാണെങ്കിലും ഏത് തന്നെയാണെങ്കിലും നമ്മൾ ഏത് മേഖലയിലാണോ, ഏത് മേഖലയിലും ആവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന മേഖലയിൽ നമ്മൾ മാക്സിമം സ്കില്ല് നേടിയാൽ ആ സ്കില്ല് നമുക്ക് നല്ല പോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുകയും ഒരിക്കലും നമുക്ക് അവിടെ മടി വരില്ല, ഒരിക്കലും നമുക്ക് അവിടെ വിരക്തി ഉണ്ടാവില്ല. നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിക്കൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാം. നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കി അടിപൊളി. താങ്ക് യു സോ മച്ച് സായിദ് ഭായ്. കൊച്ചിയിൽ എന്താ പ്രോഗ്രാമിന്റെ പദ്ധതികൾ? നമ്മൾ കോഴിക്കോട് നമ്മളിപ്പോൾ ഇനി ബാക്ക കോഴിക്കോട് നമ്മളെ പ്രോഗ്രാം വരുന്നുണ്ട് ഈ ഓഗസ്റ്റ് 22-ാം തീയതി താജ് ഗേറ്റിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ പ്രോഗ്രാം ഖത്തറിലാണ്, സെപ്റ്റംബർ 27 ഖത്തർ യാത്ര മറന്നോ നിങ്ങൾ? തീർച്ചയായിട്ടും 4 വർഷം 5 വർഷം മുമ്പ് ഖത്തറിൽ എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ബാധക്കയും കോവിഡിന്റെ മുന്നേ നമ്മൾ ഖത്തറിലേക്ക് പോയി. അത് നല്ല അടിപൊളി യാത്രയായിരുന്നു. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നമുക്ക് അവിടെ കിട്ടി. ഞാനിപ്പോ ഈ പ്രാവശ്യം യാത്ര ചെയ്തപ്പോൾ ഖത്തറിലൊരു പുതിയ ഓഫീസ് ഓപ്പൺ ചെയ്തു. അവിടെ എനിക്ക് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടി. നമ്മളെ കൺസൾട്ടിംഗ് ഓഫീസ് അവിടെ തുടങ്ങി. നമുക്കൊരു നമ്മൾ 2 പേർക്കും കൂടി കമ്പയിൻ ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം അവിടെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.